L2 എമ്പുരാൻ, മാസീവ് ട്രെയിലർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഹോളിവുഡ് സിനിമയുടെ കിടപിടിക്കുന്ന രൂപത്തിലുള്ള ട്രെയിലർ. പൃഥ്വിരാജ് സുകുമാരൻ എന്ത് വിചാരിച്ചിട്ടാണ് ഈ ഒരു മലയാള സിനിമയിലേക്ക് ഇത്രത്തോളം മനസ്സിലാവുന്നില്ല. ഇദ്ദേഹം എന്താണ് വിചാരിച്ചത്? എൻ്റെ അമ്മോ, ഇത് ഇനി ഒരു യുഗം വരെ അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ട് വരെ ഇനി ഒരു പക്ഷേ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ഡയറക്ടറെ കയ്യിലായിരിക്കാം മലയാള സിനിമ എന്ന് തോന്നിക്കുന്ന ലെവലിലുള്ള ട്രെയിലറായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ബുക്ക് മൈ ഷോയെ വരെ പിടിച്ചു കെട്ടാൻ പറ്റിയ ഒരു സ്വാഗ്. എന്താണ് നമുക്ക് ഈ എമ്പുരാൻ L2-ൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്? 3 ഫാക്ടേഴ്സ് ആണ് മെയിനായിട്ട്. അതിൽ ഒന്ന് വരുന്നത് മെയിനായിട്ട് മോഹൻലാൽ, ദ ഗ്രേറ്റ് ആക്ടർ, ദ നാച്ചുറൽ ആക്ടർ എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡ്. ഈ ഒരു സിനിമയിൽ നമ്മൾ ലൂസിഫറിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ലാലേട്ടൻ്റെ ഓരോ എക്സ്പ്രഷൻ, അതിൻ്റെ സിനിമാറ്റോഗ്രാഫർ പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ്റെ ഒരു എക്സ്പ്രഷനെ കുറിച്ചിട്ട്, കണ്ണിൻ്റെ എക്സ്പ്രഷൻ, ആ തിരിഞ്ഞിങ്ങനെ ചവിട്ടിയിട്ടുള്ള ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ആ ഒരു പോലീസുകാരനെ, എന്തൊരു സാധനമാണ് അത്. ചവിട്ടി നിൽക്കുന്ന അത് റീമേക്കൊക്കെ ചെയ്തിട്ട് ഇവിടെ ഒരുപാട് മറ്റുള്ള അന്യഭാഷാ ചിത്രങ്ങളിലൊക്കെ റീമേക്ക് ചെയ്ത് നല്ല ഫ്ലോപ്പായ ഒരു സംഭവമാണത്. പക്ഷെ നമ്മുടെ ലാലേട്ടൻ ചെയ്താൽ അത് നമുക്ക് ഗ്രേറ്റ് ആണ്. അപ്പോൾ ഇനി നമ്മുടെ L2 27-ാം തീയതി നമ്മൾ തിയേറ്ററിൽ നിന്ന് നമ്മളത് കാണും. പറ്റുമെങ്കിൽ ഐമാക്സ് എടുത്ത് കണ്ടോളൂ. ഐമാക്സ് കിട്ടുന്നവർക്ക് ഒരു ഗംഭീര തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും, ഉറപ്പായിട്ടും ആയിരിക്കും എമ്പുരാൻ എന്ന് 100% നമുക്ക് വിശ്വസിക്കാം. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നാമത്തെ ഘടകം എന്ന് ലാലേട്ടൻ്റെ ഈ ഒരു സംഭവമാണ്. എന്താണ് നമ്മുടെ ബുക്ക് മൈ ഷോയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട് ടിക്കറ്റുകൾ കിട്ടാനില്ല. ഞാൻ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് മറ്റേ ടിക്കറ്റ് അപ്പം തന്നെ ക്യാൻസൽ, അപ്പുറത്തെ സീറ്റ് കാണിക്കുന്നത്, ടിക്കറ്റ് ചെയ്ത സാധനം കാണാനില്ല. എന്താണ് ഇവിടെ നമ്മൾ അനുമാനിക്കേണ്ടത്? എന്താ നമ്മുടെ ലാലേട്ടൻ, നമ്മുടെ പ്രേക്ഷകർ, മലയാളി പ്രേക്ഷകർ നമ്മുടെ ലാലേട്ടന് കൊടുത്തിട്ടുള്ള നമ്മുടെ അംഗീകാരം അല്ലെങ്കിൽ സ്നേഹം എന്ന് വേണമെങ്കിലൊക്കെ വിളിക്കാം, ലാലേട്ടൻ്റെ ഒരു സംഭവം തന്നെയാണത്. നമുക്ക് കാണാം 27-ാം തീയതി എങ്ങനെയാണ് ലാലേട്ടൻ ആ തിയേറ്റർ കത്തിക്കാൻ പോകുന്നത്. കൂടെ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ബ്രില്യൻ ടാലന്റഡ് ആക്ടർ വിത്ത് ഡയറക്ടർ ആൻഡ് എവറിത്തിങ് ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി. അദ്ദേഹം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ഇന്ന് തിളങ്ങി നിൽക്കുന്നത്, അന്യഭാഷ ചിത്രങ്ങളിലും അദ്ദേഹം ഒരു മേജർ ഘടകമാണ്. എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഒരു മലയാളി എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു, ഞാൻ ഇന്ന് നോക്കിയപ്പോൾ 120 lakh പ്ലസ് വ്യൂസ് അങ്ങനെ ആയിട്ടുണ്ട് 1-2 ദിവസം കൊണ്ട്. ട്രെയിലർ ഒരു ഗംഭീര ട്രെയിലറായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ഒരു ഹോളിവുഡ് സിനിമയെ കടപിടിക്കാവുന്ന അത് അത്രത്തോളം ട്രെയിലർ നമ്മൾ കണ്ടു. ആന്റണി പെരുമ്പാവൂർ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുകയോ എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ നമ്മൾ കേട്ടു. എന്ത് തന്നെ ആയിക്കഴിഞ്ഞാൽ ആ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നത് കാണാനുണ്ട് മക്കളെ. അത്ര ടോപ്പ് ട്രെയിലറായിരുന്നു. ഇനി സിനിമ എന്താണ് ഇനി സംഭവിക്കുക എന്ന് തിയേറ്ററിൽ കണ്ട് അറിയേണ്ടി തന്നെ വരും. 27-ാം തീയതി എന്തായാലും നമുക്ക് കാണാം. അതുപോലെ ഒരു ഗംഭീര നമ്പർ 1 ഒരു സസ്പെൻസ് എന്തായാലും പടത്തിലുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതൊരു ഒന്നൊന്നര സസ്പെൻസ് തന്നെ ആയിരിക്കും. അത് എല്ലാവരും റിവീൽ ചെയ്തിട്ടുണ്ട്. ബേസിൽ ജോസഫ്, ഫഹദ് ഫാസിൽ എന്നൊക്കെ റൂമറുകൾ ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ അതിലേറെ വലിയൊരു റൂമർ ആമിർ ഖാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ആമിർ ഖാനൊക്കെ ഈ ഒരു പടത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മലയാളം ഫിലിം എവിടെ എത്തി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അത്രത്തോളം വലിയൊരു സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു ആക്ടറാണ് ആമിർ ഖാൻ. അതും ലാലേട്ടൻ്റെ ഒരു ഓപ്പോസിറ്റ് റോളിൽ വരികയാണെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ പറ്റില്ല നമ്മൾ ഈ ഒരു പടം എവിടെ എത്തും എന്നുള്ളത്. അപ്പൊ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും നമ്മുടെ ട്രെയിലർ, ഇറ്റ്സ് ഹാറ്റ്സ് ഓഫ്. ആ ട്രെയിലറിന്റെ എഡിറ്റിംഗ് ആയാലും ഏതൊരു മേഖലയിലും ആ ട്രെയിലർ ഒന്നാം തരം ട്രെയിലർ തന്നെയാണ്. പിന്നെ നമുക്ക് പൃഥ്വിരാജ് ഡയറക്ടർ ബ്രില്യൻസ് നമുക്ക് കാണാം. ആന്റണി പെരുമ്പാവൂർ, ലൈക്ക ഗോകുലം പ്രൊഡക്ഷൻ, അവർക്ക് 3 ടീമുകൾക്കും വലിയ ഹാറ്റ്സ് ഓഫ്. കാരണം ഇത്ര വലിയൊരു ഗംഭീര സിനിമ മലയാളത്തിന് ഫിനാൻഷ്യലി നൽകിയതിന്. ആൻഡ് ഓവറോൾ ലാലേട്ടൻ എന്ന് പറയുന്ന പ്രതിഭ നമുക്ക് കാണാം. ലാലേട്ടൻ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. സ്വാഗ് എന്ന് പറയുന്നതിൽ യാതൊരു കുറവും ഈ പടത്തിൽ നമ്മൾ കുറയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അത്രത്തോളം സ്വാഗ് ആയിരിക്കും.
കാണാം നമുക്ക് എന്തായാലും. ഈ വില്ലൻ അവനാണ്, വില്ലൻ ഇവരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമ്മൾ നമുക്ക് കാണാം. 27-ാം തീയതി നമുക്ക് എന്താണ് എമ്പുരാൻ എന്ന് പറയുന്നത് ലൂസിഫർ സെക്കൻഡ് പാർട്ട് എന്താണ് നമുക്ക് തിയേറ്ററിൽ 27th നമുക്ക് കാണാം.